ഞങ്ങൾ ഫസ്റ്റ് കണ്ട പടം ഏതെന്നറിയോ? കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് കണ്ട പടം കുട്ടി വരൂ വന്നിരിക്കും കാണാന്ന് പറഞ്ഞ സാധനം ഐ സോ ദ ഡെവിൾ. അതെ, അതിന്റെ ഫസ്റ്റ് സീൻ തന്നെ മറ്റേ ആളിങ്ങനെ അല്ലെ. പുള്ളിക്കാരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് സിനിമ കാണുന്ന രീതി ഭയങ്കര രസമാണ്. ഇപ്പം തീരനധികാരം ഒന്നൊരു സിനിമ ഓർമ്മയുണ്ടോ? ഇവിടെ കാർത്തിയുടെ പടം ഉഗ്രം പടമാണ്. അപ്പം പുള്ളി അതിനകത്ത് വെച്ചാല് കുറെ സീൻസിന്റെ അകത്ത് വയലൻസ്, ഭയങ്കര വയലൻസ്. അപ്പൊ ഞാനിങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്, പുള്ളിക്കാരി ഇങ്ങനെ കഴിഞ്ഞ കഴിഞ്ഞ ഈ സീന ഞാൻ മിണ്ടാതിരിക്കും. ത്രില്ലറും പിന്നെ എന്താ പറയാ ഈ പ്രേത സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാ. പക്ഷെ ഞാൻ കാണുമ്പോ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുള്ളൂ, എനിക്ക് ഞെട്ടാൻ പറ്റൂല. അതല്ല ചേട്ടോ ഭയങ്കര ഫുഡിയാണെന്ന് എന്നോട് ഒരാൾ പറഞ്ഞു. തിരുവനന്തപുരത്തുള്ള ഏറ്റവും നല്ല ഫുഡുകൾ എവിടെയൊക്കെ കിട്ടും എന്നുള്ള കാര്യം ചേട്ടനോട് ചോദിച്ചാൽ മതിയായിരുന്നു. ചേച്ചി ഉണ്ടാക്കി കൊടുത്താ? ഞാൻ സത്യത്തിൽ ജീവിക്കാൻ വേണ്ടി ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ ഒരു വഴിക്ക് നമ്മൾ പോവുകയാണെങ്കിൽ എനിക്ക് അവിടെയുള്ള കട പറഞ്ഞു തന്നാലും സ്ഥലം മനസ്സിലാവുള്ളൂ. കളി പറഞ്ഞല്ല, ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് മറ്റേ കളിയിക്കാവുള്ള, അതായത് മറ്റേ ശുചീന്ദ്രൻ പോകുന്ന റൂട്ടാണ്. അപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് വെച്ച് ചേട്ടാ ഏത് റൂട്ടാണ് പോകുന്നത്? നമ്മൾ കളിയിക്കാവുള്ള ഊരമ്പ് വഴിയാണ് പോകുന്നത്. ഏത് മറ്റേ ബനാന റോസ്റ്റ് കിട്ടുന്ന സ്ഥലവും. ചേച്ചി ഉണ്ടാക്കുന്നതിലെ ഫേവറേറ്റ് ഡിഷ് ഏതാ? ചിക്കൻ കറി എനിക്ക് ഇഷ്ടമാണ്. കാരണം വെച്ചാൽ അത് എന്റെ ഉണ്ടാക്കിയിട്ടുണ്ട്. മെയിനായിട്ട് വെച്ചാൽ എനിക്കിപ്പോ അമ്മയുടെ ഭക്ഷണശീലമായിരുന്നു. അപ്പൊ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസം വരുന്നത് പുള്ളിക്കാരുടെ ആലപ്പുഴ സ്റ്റൈൽ ചിക്കൻ കറിയാണ്. അതെന്താന്ന് ചോദിക്കരുത്, എനിക്ക് ഉണ്ടാക്കാനൊന്നും പറയാനൊന്നും അറിയില്ല. എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ്. അങ്ങനെ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ തിരിഞ്ഞോടുന്ന ടൈപ്പ് ഒന്നും അല്ല. പിന്നെ മക്കളെയും ഭർത്താവിനൊന്നും അങ്ങനെ പട്ടിണിക്കൊന്നും ഇടൂല. അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഉണ്ടാകും. പിള്ളേരുടെ വിശേഷം പറ. ചേച്ചി നല്ല പാട്ടൊക്കെ പാടി കൊടുക്കുന്നു, അതൊക്കെ എപ്പോഴും വാർത്തയാകുന്നു. സിനിമ എന്നൊക്കെ മാറി നിൽക്കുന്നുവാണെങ്കിലും ചേച്ചി എന്ത് ചെയ്താലും അതൊക്കെ വലിയ വാർത്തയാണ്. ചേച്ചി അറിയുന്നുണ്ടോ? എന്തോ അറിയില്ല, ആൾക്കാർക്ക് ഇഷ്ടമാണ്. പാട്ട് പാടി ചേച്ചി കൊടുത്താലും അത് വാർത്തയാണ്. പിറ്റേന്ന് വന്നിരിക്കാം സാധനം. ആൾക്കാരിലേക്ക് എത്താൻ വളരെ എളുപ്പമല്ലേ. നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഓരോ അക്കൗണ്ടുകൾ ഫേസ്ബുക്ക് അതിൽ നിന്ന് ആൾക്കാരെ ഡൗൺലോഡ് ചെയ്യുന്നത് അവർക്ക് ഭയങ്കര സ്നേഹമാണ്. അത് വലിയൊരു അനുഗ്രഹം. അത് അവരോടുള്ള ഒരു സ്നേഹമല്ല, ശരണ്യ എന്ന് പറയുമ്പോൾ ഒരു മകളോടുള്ള അവർക്കൊരു അങ്ങനെ ഒരു സ്നേഹമാണ്. ചേച്ചി ഉള്ളത് ചേച്ചി കമന്റ് ഇത്ര ആവശ്യമുള്ള കൊച്ചി, ഇത്രയും മലയാളിത്തമുള്ള കുട്ടി, ചിലതുണ്ട് ട്രഡീഷണൽ ഡ്രസ്സ് അതൊക്കെ പറഞ്ഞ് ആൾക്കാർ ഇപ്പോഴും മെസ്സേജ്. തീർച്ചയായിട്ടും ഒരു അനുഗ്രഹം. അതിനെപ്പോഴും നമ്മുടെ ഓഡിയൻസിനോട് ഞാൻ കടപ്പെട്ടിരിക്കും. കാരണം ചിലപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളാവാം. പിന്നെ എന്താ പറയാ, ആൾക്കാർക്ക് പൊതുവെ ഞാൻ പാവമാന്നുള്ളൊരു ഇമേജ് ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കറിയില്ല. ശരിക്കും ഞാനാ പാവം. ചേച്ചിയുടെ സിനിമയിൽ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതാ? എനിക്ക് യാരടി മോനെ ഒരുപാട് ഇഷ്ടമുള്ള പടമാണ്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള വേറൊരു പടമുണ്ട്, അത് ആൾക്കാർ പറയാറില്ല. അത് അഴകർസ്വാമിയും കുതിരയാണ്. നല്ല മൂവിയാണ്. പിന്നെ വെണ്ണില കബഡിക്കുഴു, വേലായുധം ഡെഫിനറ്റ്ലി ഉണ്ട്. ചേച്ചിയുടെ അഭിനയം കണ്ടിട്ട് ചിലതെങ്കിലും കണ്ടിട്ട് ഇത്രയോ വിമർശിക്കാറുണ്ടോ ചേച്ചി?